UDF കോട്ടയം ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ സജി മഞ്ഞക്കടമ്പലാണ് ഡോക്ടർ എമ്മിൽ നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം. നമുക്കറിയാം, കേരള കോൺഗ്രസ്സുകാർ പലപ്പോഴും പല ശാഖകളായി പിരിഞ്ഞിട്ടുണ്ട്. പിന്നീട് അവർ ഒരുമിച്ച് പല മുന്നണികളിലേക്കും പോയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ്. സ്ഥാനാർത്ഥിത്വമാണ് വലിയ കീറാമുട്ടിയായി മാറുന്നത്. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ വരാനിരിക്കെ സജി മഞ്ഞക്കടമ്പൻ കഴിഞ്ഞ ദിവസം സ്വന്തം സ്ഥാനാർത്ഥിത്വം തനിക്ക് അയോഗ്യതയില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരം ഒരു പ്രസ്താവനയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം തന്നെ. കാരണം ഇലക്ഷൻ സംബന്ധിച്ച് പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല, വരാനിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ താങ്കൾ ഒരു കല്ലേറ് മുന്നേ എറിഞ്ഞു എന്നാണോ കരുതേണ്ടത്? അല്ല, അത് തെറ്റിദ്ധാരണയാണ്. ഞാനൊരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അതായത് ഈ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനാണ് എന്ന് മാധ്യമങ്ങൾ വന്ന സ്ഥിതിക്ക് ചില ആളുകളൊക്കെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച് നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഏഷ്യാനെറ്റ് ചാനലുകാർ വന്ന് ചോദിച്ചു, പാർട്ടിക്കാണല്ലോ കോട്ടയം സീറ്റ്, ഇങ്ങനെ ഫ്രാൻസിസ് ജോർജ്, MP ജോസഫ്, PC തോമസ് തുടങ്ങിയ ആളുകളുടെ പേര് കേൾക്കുന്നു, അപ്പം ആരായിരിക്കും സ്ഥാനാർത്ഥിയാകാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവരെല്ലാം യോഗ്യരായ സ്ഥാനാർത്ഥികളാണ്, അവർക്കാർക്കും അയോഗ്യതയില്ല. പക്ഷേ അവരെക്കാൾ കൂടുതൽ യോഗ്യത എനിക്കുണ്ട് എന്നതുകൊണ്ട് ഞാൻ ജോസഫ് സാറിൻ്റെ അടുത്ത് ഞാനും ഈ സ്ഥാനാർത്ഥിത്വം ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. സീറ്റ് ലഭിച്ചാൽ മത്സരിക്കും എന്നാണ് പറഞ്ഞത്. അല്ല, ഞാനൊരു പത്രസമ്മേളനം വിളിച്ച് ഇവിടെ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ അടുത്ത് ഏതെങ്കിലും മാധ്യമ സുഹൃത്ത് വന്ന് ഈ ഇവിടുത്തെ സാഹചര്യങ്ങൾ, പാർട്ടിക്ക് സീറ്റ് കിട്ടുമോ, ആരാണ് മത്സരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, സീറ്റ് കിട്ടുമെന്നും എനിക്കറിയില്ല, ആരാ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന അറിയത്തില്ല. അല്ല, ആര് സ്ഥാനാർത്ഥിയായാലും കുഴപ്പമില്ലെന്നല്ല പറഞ്ഞു. എനിക്ക് അയോഗ്യതയില്ല, എനിക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട്, ആഗ്രഹമുണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ള മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അല്ലാണ്ട് ഞാൻ സ്ഥാനാർത്ഥിയാകും, ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നൊന്നും ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. അതാരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ പ്രചരണം മാത്രമാണ്. അതൊരു ആഗ്രഹം മാത്രമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും പാർട്ടി ചെയർമാൻ്റെ മുമ്പിൽ അല്ലാതായിട്ട് ആഗ്രഹം പറയുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടല്ലോ. എനിക്ക് യോഗ്യതയുണ്ട് എന്ന് പറയാനുള്ള കാരണം, അർഹതയുണ്ട് എന്ന് പറയാൻ കാരണം, ഞാൻ ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് KSUയുടെ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം കേരള യൂത്ത് ഫണ്ടിൻ്റെ പോണാട് വാർഡ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചു. അവിടുന്ന് കരൂർ മണ്ഡലം സെക്രട്ടറി, യൂത്ത് ഫണ്ടിൻ്റെ കരൂർ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് ഫണ്ട് പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ്, യൂത്ത് ഫണ്ട് കോട്ടയം ജില്ലാ സെക്രട്ടറി, യൂത്ത് ഫണ്ട് ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഞാൻ യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡൻ്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ അതിനിടയിൽ ഞാൻ കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നീ സ്ഥാനങ്ങൾ അലങ്കരിച്ച് ഞാൻ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന അന്ന് സംയുക്ത കേരള കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ബഹുമാനപ്പെട്ട മാണി സാർ PC ജോർജ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ പൂഞ്ഞാർ സീറ്റിലേക്ക് മത്സരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ഞാൻ അതുമായി ബന്ധപ്പെട്ട് 2 വർഷക്കാലം പൂഞ്ഞാറിൽ പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങളും സജീവമാക്കുകയും ചെയ്തു. അവസാനം ചുവര് വരെ എന്നെക്കൊണ്ട് എഴുതിപ്പിച്ചു. ആ എഴുതിക്കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയിലെ ചില ആളുകൾ നടത്തിയ ഗൂഢാലോചന ഫലമായി അന്ന് പാർട്ടിക്ക് പുറത്തുള്ള ജോർജ് കുട്ടി ആഗസി എന്ന് പറഞ്ഞ ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അന്ന് എന്നെ മാറ്റി നിർത്തിയുണ്ട്. അന്ന് സംയുക്ത കേരള കോൺഗ്രസ്സാണ്. സത്യത്തിൽ അത് ഞങ്ങളുടെ ഇവിടുത്തെ ചില നേതാക്കൾ, നമ്മുടെ പ്രാദേശികമായി നമ്മളെ എതിർക്കുന്ന ചില നേതാക്കൾ KM മാണി സാറിനെ തെറ്റിദ്ധരിപ്പിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞത്, സജി മഞ്ഞക്കടമ്പൻ പൂഞ്ഞാറിൽ മത്സരിച്ചാൽ സാറേ, അവൻ ജയിച്ചാൽ പാലായിലൂടെ 24 മണിക്കൂറും ഒരു MLA ബോർഡ് ഉള്ള വണ്ടി ഓടും, അത് കുഴപ്പമാണ്. 2, സജി മഞ്ഞക്കടമ്പൻ പരാജയപ്പെട്ടാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റ് ക്ലെയിം ചെയ്യും, അത് ജോസ് കെ മാണിക്ക് അത് ഭാര്യയായി മാറുമെന്ന് മാണി സാറിനെ തെറ്റിദ്ധരിപ്പിച്ചു. അതോടുകൂടി മാണി സാറ് എന്നെ സ്ഥാനാർത്ഥിയിൽ നിന്നും പുറകോട്ട് അദ്ദേഹം വരികയാണ് ചെയ്തത്. അന്ന് അങ്ങനെ ചതി ഈ കുഴിയിൽപ്പെട്ട് ഞാൻ ആ സ്ഥാനാർത്ഥിത്തിൽ നിന്നും അതിന് പകരം ലഭിച്ചതാണോ സംസ്ഥാന പ്രസിഡന്റ്? അല്ല, ഒരിക്കലുമല്ല. അതൊക്കെ നാളുകൾക്ക് മുമ്പ്, അതായത് യൂത്ത് ഫണ്ടിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാണി സാർ 3 പേരാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടി ഈ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഒന്ന് മുഹമ്മദ് ഇക്ബാൽ, നിലവിലുള്ള ഓഫീഷ്യൽ സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ, 2 പ്രിൻസ് ലൂക്കോസ്, 3 ഞാൻ, ഈ 3 പേരാണ്. അപ്പോൾ മാണി സാർ ഈ 3 പേരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. മാണി സാറിൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാനാകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഇരുന്നത്. അതായത് ഞങ്ങളെ 3 പേരെ ചർച്ചയ്ക്ക് ഇരുത്തി ഒരു കാരണവശാലും ഈ പറഞ്ഞ പോലെ ഇക്ബാലിന് ഒരു ടൈം 6 മാസമെങ്കിലും ഇക്ബാലിന് പ്രസിഡന്റ് ആകണമെന്ന് ഇക്ബാൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് ന്യായമാണെന്ന് ഞാനും പറഞ്ഞു. അദ്ദേഹം 7 വർഷക്കാലമോളം യൂത്ത് ഫണ്ട് ഓഫീഷ്യൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചാണ്. അടുത്ത പ്രിൻസ് ലൂക്കോസ് പറഞ്ഞു അദ്ദേഹത്തിന് വേണമെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് തന്നെ വേണമെന്ന് പറഞ്ഞു, വേറെ ആരെ ആകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഏതായാലും മാണി സാറ് തീരുമാനമെടുത്ത അവസാനം രാത്രി സംസ്ഥാന നേതൃയോഗം വിളിച്ചിട്ട് 9:30 എന്നെ വിളിച്ച് ഇരുത്തി പറഞ്ഞു, കാര്യങ്ങൾ മഞ്ഞക്കടമ്പനെല്ലാം കണ്ടല്ലോ, തർക്കമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ തർക്കമാണെങ്കിൽ ഞാൻ ഒഴിവാകാം എന്ന് പറഞ്ഞപ്പോൾ മാണി സാർ പറഞ്ഞില്ല, മഞ്ഞക്കടമ്പനില്ലാതെ ഇത് പ്രസിഡന്റ് സ്ഥാനം വീതം വെപ്പില്ല, അതുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. അന്ന് ജോയ് ഇബ്രാഹിം, ജോസ് കെ മാണി ഉൾപ്പെടെ അവിടെ ഇരിക്കുന്ന വേദിയിലാണ് പറഞ്ഞത്. മുഹമ്മദ് ഇക്ബാൽ 6 മാസം, അത് കഴിഞ്ഞ് 1 വർഷം പ്രിൻസ് ലൂക്കോസ്, തുടർന്ന് യൂത്ത് ഫണ്ട് പ്രസിഡന്റായി സജി മഞ്ഞക്കടമ്പൻ
പ്രസിഡന്റ് ആകുമെന്ന് മാണി സാർ പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഇക്ബാൽ 6 മാസം പ്രസിഡന്റായ സ്ഥാനത്ത് മാറാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേനും നമ്മുടെ അന്ന് പാർട്ടിയുടെ ജൂബിലി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് 2 മാസം കൂടെ നീട്ടി ആ ജൂബിലി ആഘോഷം കഴിഞ്ഞ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സമ്മേളനം നടത്താൻ വേണ്ടി അവസരം കൊടുത്ത് 2 മാസം കഴിഞ്ഞു. ജൂബിലി ആഘോഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗതികയുടെ ദൗർഭാഗ്യവശാൽ നമുക്കൊരു ബാർക്കോഴ വിവാദം ഉണ്ടായി. മാണി സാറിനെ എല്ലാവരുടെ ക്രൂരമായി വേട്ടയാടി. ആ വേട്ടയാടിയ സമയത്ത് എനിക്ക് മാണി സാറിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല, സാറേ യൂത്ത് ഫണ്ട് മാറണം എന്ന് പറയാൻ പറ്റിയില്ല. അതൊരു 3-4-5-6 മാസം കൂടെ ആ കാലാവധി നീണ്ടുപോയി. അത് കഴിഞ്ഞാൽ അതൊന്ന് ശമിച്ചപ്പോൾ ഞാൻ മാണി സാറിനെ കണ്ടു. സാറേ പറഞ്ഞ വാക്ക് നമ്മളെ മാറിപ്പോകുമല്ലോ, ഇക്ബാൽ ഇപ്പോൾ 1 വർഷം ആകാറാകുക, ഇക്ബാലിനെ മാറ്റി പ്രിൻസിനെ ആക്കി, പ്രിൻസ് മാറിക്കഴിഞ്ഞാൽ എനിക്കാകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മാണി സാർ അപ്പോഴത്തെ ഡേറ്റ് ഇട്ടു. ഇക്ബാലിനെ മാറ്റി പ്രിൻസിനെ പ്രസിഡൻ്റാക്കി. പ്രിൻസ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് നമ്മുടെ പാർട്ടിയുടെ വൈസ് ചെയർമാനായിരുന്ന PC ജോർജ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ സമയത്ത് ആണ് ഞാൻ പാർട്ടി യൂത്ത് ഫണ്ട് ജില്ലാ പ്രസിഡൻ്റാണ്. എന്നെ മാണി സാറ് വിളിച്ചു എന്നല്ല, ഞാൻ മാണി സാറിനെ കണ്ട് മാണി സാറിനോട് ഈ വിഷയങ്ങൾ എനിക്ക് പൂഞ്ഞാറ് മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ യാതൊരു സംശയം വേണ്ട, അത് നിന്നെ തന്നെ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് എന്നെ ചുമതലപ്പെടുത്തുകയായത്. അതിൻ്റെ സാഹചര്യം ഉണ്ടായതെന്ന് വെച്ചാൽ പൂഞ്ഞാറ് സീറ്റ് PC ജോർജ് വെളിയിൽ പോയപ്പോൾ അവിടുത്തെ പൂഞ്ഞാറ് എന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പോയി മാണി സാറിൻ്റെ അടുത്ത് മാണി സാറെ പ്രാവശ്യം പൂഞ്ഞാറ് നമുക്ക് പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പം മാണി സാർ ചോദിച്ചു ആരാ സ്ഥാനാർത്ഥി കൊള്ളാവുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് സിൻസിയറായിട്ട് പറഞ്ഞു അന്ന് ഫ്രാൻസിസ് ജോർജും ഞങ്ങളുടെ സംയുക്ത കലാകുളമുള്ള സമയത്താണ്. അത് KM ജോർജ് സാറ് പൂഞ്ഞാറിലെ പഴയ MLA ആണ്. KM ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം മാണി സാർ പറഞ്ഞു അത് പറ്റത്തില്ല, ഈ ജില്ലയിൽ നിന്നുള്ള ആളല്ല, നമുക്ക് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു യുവജന നേതാവിനെ ഞാൻ മത്സരിപ്പിക്കും എന്ന് മാണി സാർ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് സാർ അതിന് പറ്റിയ ആളുകൾ പൂഞ്ഞാറിലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിന് മീനച്ചി താലൂക്കിൽ നിന്നല്ലേ ഞാൻ പറഞ്ഞത്, നമ്മുടെ പാലായത്തിൻ്റെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ മഞ്ഞക്കടമ്പൻ യൂത്ത് ഫണ്ട് ജില്ല മഞ്ഞക്കടമ്പനല്ലേ ഉള്ളൂ എന്ന് നമ്മുടെ സുഹൃത്ത് അങ്ങ് പറയുകയും മഞ്ഞക്കടമ്പനെ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാണി സാർ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഏതായാലും PC ജോർജ് കഴിഞ്ഞ ദിവസം അങ്ങ് പോയതല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് യൂത്ത് ഫണ്ട് പ്രസിഡന്റ് സ്ഥാനം ആകാൻ ഉള്ള സാഹചര്യം ആയി വരുന്നു. ഞാൻ മാണി സാറിനെ ഒന്ന് കണ്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ ഇന്ന് നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇന്ന് തന്നെ മാണി സാറിനെ കണ്ടേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഉച്ച കഴിഞ്ഞ് മാണി സാറിനെ കാണാൻ ചെല്ലുന്നു. ഞാൻ മാണി സാറ് എന്നെ മഞ്ഞക്കടമ്പ വന്നേ, ഞാൻ മാണി സാറേ PC ജോർജ് പോയല്ലോ, എനിക്കൊന്ന് മത്സരിക്കാനുള്ള അവസരം എന്നാൽ ഞാൻ ജോർജുമായിട്ടൊന്ന് മുട്ടാം എന്ന് പറഞ്ഞാൽ നിലവിൽ ജോയ് എബ്രാഹിം MP ആണ്, ലോപ്പസ് മാത്യു PSC മെമ്പറാണ്. അപ്പോൾ അവരാരും മത്സരരംഗത്തേക്കില്ല, അപ്പോൾ വേറെ സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ സാറ് പറഞ്ഞു നീ എന്നാ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആകണ്ടേ, എങ്ങനെ നീ എന്നാ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആകണ്ടേ? ഞാൻ സാറേ ഇന്ന മാസമാണ് പ്രിൻസിൻ്റെ കാലാവധി ഞാൻ ആകണ്ടേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ സീറ്റ് എനിക്ക് തരാൻ അറിയാം, നീ യൂത്ത് ഫണ്ട് ജില്ലാ പ്രസിഡന്റ് ഞാൻ തന്നോളാം, നീ ധൈര്യമായിട്ട് പോയി എല്ലാ വീടും കയറണം. PC ജോർജ് നമ്മളെ വഞ്ചിച്ച കഥ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, നമ്മുടെ ആളുകൾ പോകാതെ മുഴുവൻ കാര്യങ്ങളും നീ നടത്തണം, വീട് കയറി യോഗങ്ങൾ വിളിച്ച് കാര്യങ്ങൾ നടത്തിക്കും. ഒന്ന് ഞാൻ മാണി സാറേ ഞാൻ പൊക്കോളാം, സാറിന് എൻ്റെ കയ്യിൽ വലിയ ഭയങ്കര സാമ്പത്തികമുള്ള ആളല്ല, അപ്പോൾ ഞാനിതെല്ലാം പോയി അവസാനം സീറ്റ് ആമ്പിള്ളേർ കൊടുക്കല്ലോ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. മഞ്ഞക്കടമ്പ് അതിനൊക്കെ എന്നെ അറിയാമല്ലോ, ഞാൻ ചെയ്തോളാം എന്ന് മാണി സാറിന് ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ ഞാൻ ആ 2 വർഷക്കാലം പൂഞ്ഞാർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ മുക്കും മൂലയിലും നടന്ന് അവിടെ സർവ്വ പാർട്ടി സംഘടിപ്പിക്കുകയും PC ജോർജിനെതിരെ അതിശക്തമായ അദ്ദേഹത്തിൻ്റെ വെറുതെ അല്ല അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ പ്രതികരിച്ച് അവിടെ സ്ഥാനാർത്ഥിയാവാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തി. അവസാന നിമിഷം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ പാലായിലെ ചില ശത്രുക്കൾ മാണി സാറിനെ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിച്ചു. അവൻ പൂഞ്ഞാറിൽ മത്സരിച്ച് ജയിച്ചാൽ പാലായക്കട നടത്തും, തോറ്റാൽ അവനടുത്ത പ്രാവശ്യം പാലാ ചോദിക്കും, അത് ജോസ് കെ മാണിക്ക് ഒരു കുരിശായി മാറുമെന്ന് മാണി സാറിനെ പറഞ്ഞ് പറ്റിച്ച് അതവിടെ ഒന്നാമത്തെ പ്രതി നമ്മുടെ എൻ്റെ പഞ്ചായത്ത് തന്നെ ഫിലിപ്പ് കുഴികളാണ് ഒന്നാമത്തെ ആൾ. 2 നമ്മുടെ എൻ്റെ പ്രിയ സ്നേഹിതരായിരുന്ന റോഷി അഗസ്റ്റിനോട് കൂടി ചേർന്ന് മാണി സാർ. താങ്കൾക്കും മാണി സാറുമായിട്ട് ആത്മബന്ധം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞാൽ മാറിപ്പോകുന്ന ഒരു ലോലഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു പിതാവിനെ സംബന്ധിച്ച് മകന് കുരിശായിട്ട് ആരെങ്കിലും വന്നാൽ അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിന് വഴങ്ങേണ്ടി വന്നു. ആ സമ്മർദ്ദത്തിൽ അദ്ദേഹം വീണതുകൊണ്ട് എനിക്ക് അന്ന് സീറ്റ് എനിക്ക് ലഭിച്ചില്ല. ഞാൻ അന്ന് ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് അന്ന് ഞാൻ ബലം പിടിച്ച് യൂത്ത് ഫണ്ട് പ്രസിഡന്റ്. അതൊന്നുമല്ല, പ്രിൻസ് ലൂക്കോസ് അന്ന് മാറേണ്ട സമയം കഴിഞ്ഞിട്ടും മാറിയിട്ടില്ല. അന്ന് പ്രിൻസ് ലൂക്കോസ് ഞാൻ ഈ പറഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രിൻസ് ലൂക്കോസ് മാറേണ്ട സമയമായി. അദ്ദേഹം യൂത്ത് ഫണ്ട് പ്രസിഡന്റ് മത്സരം പിടിച്ച് ഏറ്റുമാനൊരു സീറ്റ് കിട്ടാൻ വേണ്ടി അദ്ദേഹം യൂത്ത് ഫണ്ട് പ്രസിഡന്റ് മാറാതെ നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ ഇഷ്യൂ വന്നപ്പോൾ സാറ് പറഞ്ഞു മാറി എന്നെ പിന്നെ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആക്കി. ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും KM മാണി സാറിൻ്റെ ബാർക്കോഴ വിവാദം ഉണ്ടായപ്പോൾ ആരാണ് അതിനെ പ്രതിരോധിച്ചത്? ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് ഞാനാണ്. അന്ന് മാണി സാറ്
ഒരു ദിവസം എന്നെ വിളിച്ചു, മോനെ നീ ഈ വിഷയത്തെ അതൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയല്ലോ, അന്വേഷണ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ആരൊക്കെ ഒപ്പിട്ടത് എനിക്കില്ല, ഏതായാലും അദ്ദേഹം നേരിട്ടിട്ട് പറഞ്ഞു, ഇത് നീ വായിച്ച് പഠിച്ചിട്ട് കാര്യങ്ങൾ നീ ഭംഗിയായി അവതരിപ്പിക്കണം. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. റോഷി അഗസ്റ്റിനോടൊക്കെ അല്ലെങ്കിൽ ജയരാജോ നേതാക്കന്മാരാരും ഈ വിഷയത്തെ സംബന്ധിച്ച് ചാനൽ ഒരു വാക്ക് പറയാനില്ല. ഞാനാണെന്ന് അത് പഠിച്ച് മണിസാറിന് വേണ്ടി പ്രതിരോധം തീർത്ത് സജീവമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ നമുക്കറിയാം പാർട്ടിയുടെ പിളർപ്പ് വന്നപ്പോൾ എനിക്കൊരിക്കലും LDF സഹകരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും CF തോമസ് എന്ന് പറയുന്ന ആദർശവാനായ നേതാവ് PJ ജോസഫിനൊപ്പമാണ് അത് നിൽക്കുന്നത്, UDF-നൊപ്പമാണെന്ന് എന്നോട് പറഞ്ഞു. നമ്മുടെ മാണി സാർ പറഞ്ഞ ശേഷമുള്ള പാർട്ടി ഉണ്ടെന്നേ CF സാർ പറഞ്ഞു, പാർട്ടിയുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് ബഹുമാനം മാണി സാർ എഴുതിയിരിക്കുന്ന ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ചെയർമാൻ്റെ അഭാവത്തിൽ വർക്കിംഗ് ചെയർമാനാണ് ചെയർമാൻ്റെ ചുമതല, അതുകൊണ്ട് നമ്മൾ ആ കൂടെയാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാനായ ആഗസ്റ്റ് സാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം UDF നിൽക്കിയത്. UDF നിന്നു പാർട്ടി വളർന്ന് UDF-ൻ്റെ ഭാഗമായി വന്നപ്പോൾ എന്നെ യൂത്ത് ഫണ്ട് പ്രസിഡൻ്റായ എന്നെ ബഹുമാനായ PJ ജോസഫ് സാറെ വിളിച്ചു, ബഹുമാനായ മോൻസ് ജോസഫും ജോയി എബ്രാഹവും എല്ലാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കോട്ടയം ജില്ലയിൽ ഒരു മാണി ഗ്രൂപ്പിൻ്റെ ഒരാൾ ജില്ലാ പ്രസിഡന്റ് ആവണം. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുക വലിയ അമിത ഭാരമാണ്, ഞാൻ യൂത്ത് ഫണ്ട് പ്രസിഡന്റായി തുടരാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, നിർബന്ധമായി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് എന്നോട് അന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം വന്നു, ജില്ലാ ചെയർമാൻ സ്ഥാനം വന്നു. അന്ന് മോൻസ് ജോസഫ് ആഗ്രഹം പ്രകടിപ്പിച്ച് അദ്ദേഹം അതിന് വേണമെന്ന് പറഞ്ഞു, അദ്ദേഹം എടുത്തു. അതിനുശേഷം പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അന്ന് തെരഞ്ഞെടുപ്പിന് സമയമായപ്പോൾ ബഹുമാനെ PJ ജോസഫ് സാർ എന്നെ MLA ഹൗസിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സജി മഞ്ഞക്കടമ്പൻ മത്സരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിൽ. ഞാൻ ചോദിച്ചു, സാറേ ഈ സീറ്റില്ല, പൂഞ്ഞാർ സീറ്റ് നമുക്ക് കിട്ടും. ഞാൻ ജോസഫ് സാറിൻ്റെ സാറേ പൂഞ്ഞാർ സീറ്റ് നമുക്ക് കിട്ടുമോ? കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയ സ്ഥിതിക്ക് കോൺഗ്രസ് നമുക്കൊരു 3 സീറ്റിൽ കൂടുതൽ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി 4 സീറ്റ് കിട്ടുമെങ്കിൽ പൂഞ്ഞാർ സീറ്റിൽ ഞാൻ മത്സരിച്ചോളാം, പാർട്ടി കൂടി മത്സരിച്ചു. അവിടെ ജയസാധ്യത ഇല്ല എന്നെനിക്കറിയാമായിരുന്നു, കാരണം PC ജോർജ് സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ അവിടെ UDF ജയസാധ്യത കുറവുണ്ട്. അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി 3 സീറ്റേ ഉള്ളെങ്കിൽ പൂഞ്ഞാർ കഴിഞ്ഞാലും മോൻസ് ജോസഫ് കഴിഞ്ഞ് 2 സീറ്റുണ്ട്, അതിലവിടത്ത് എനിക്ക് മത്സരിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ സംസാരിച്ചു. പക്ഷേ അവസാനം വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായപ്പോൾ ജോസഫ് സാറിന് കോഡ് വന്നു, അദ്ദേഹം ചർച്ചയ്ക്ക് പോയില്ല. ചർച്ചയ്ക്ക് പോയപ്പോൾ ജോയി ബ്രാഹോ മോൻസോടൊക്കെ ചർച്ചയ്ക്ക് പോയി, കോൺഗ്രസുമായിട്ട് സംസാരിച്ചപ്പോൾ 3 സീറ്റേ കിട്ടുള്ളൂ. അപ്പോൾ അവർ ഞാൻ പറഞ്ഞ പോലെ വിജയസാധ്യത ഇല്ലാന്ന് തോന്നി പൂഞ്ഞാർ സീറ്റ് ഒഴിവാക്കി. അപ്പോൾ ഞാനവിടെ ഏറ്റുമാനൂർ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടും, ജില്ലാ പ്രസിഡന്റ് ആണല്ലോ. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്ന് ജോസ് കെ മാണിക്കൊപ്പം നിന്നിരുന്ന പ്രിൻസ് ലൂക്കോസ് പാർട്ടിയിലേക്ക് വന്നു. അന്ന് ആരുടെയൊക്കെയോ ഇടപെടലുകൊണ്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാമെന്നുള്ള വാക്ക് കൊടുത്താണ് അദ്ദേഹത്തെ കൊണ്ടുവന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് എന്നോട് ജോസഫ് സാർ കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ മാറി നിന്നപ്പോൾ അന്ന് എനിക്ക് UDF ജില്ലാ ചെയർമാൻ സ്ഥാനം എനിക്ക് പിന്നെ മോൻസ് ജോസഫ് എനിക്ക് തിരിച്ചു തന്നു. ഈ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഒട്ടേറെ നേതാക്കൾ മത്സരിക്കാൻ യോഗ്യരായവരുമുണ്ട്, തലമുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ VC തോമസ് ഉണ്ട്, ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, ഇപ്പോൾ അബു ജോൺ ജോസഫിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അതിനിടയ്ക്ക് താങ്കൾ സ്വയം താങ്കളുടെ പേര് അയോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ തന്നെ തനിക്ക് ആഗ്രഹിക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ആഗ്രഹത്തെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരിക ചെയ്ത്. കാരണം ഇത് സംബന്ധിച്ച് ചർച്ചകളൊന്നും കൂടുതലൊന്നും നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചർച്ച നടന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? അല്ല, തീർച്ചയായിട്ടും അവിടെ ഈ പറഞ്ഞ ആളുകളൊക്കെ എല്ലാവരും നല്ല യോഗ്യരാണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസവും ഏഷ്യാനെറ്റുകാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അവർ യോഗ്യരാണ്. പക്ഷേ ഞാൻ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ എൻ്റെ ആഗ്രഹം പാർട്ടി ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. എനിക്കും മത്സരിക്കണമെന്ന് ആഗ്രഹം അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുള്ളതുമാണ്. അതിനകത്ത് മറ്റു സ്ഥാനാർത്ഥികളായാലും മോശക്കാരാണെന്ന് ഞാൻ ഒരിക്കലും അഭിപ്രായപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ യോഗ്യതകൾ ഞാൻ പറഞ്ഞു. അല്ല, അത് ഒരു അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ ചെയർമാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയില്ല ചെയ്യുന്നത്. ചെയർമാൻ പ്രതിസന്ധിയിൽ അങ്ങനെയാണ്. ചെയർമാൻ്റെ അടുത്ത് സീറ്റ് തന്നില്ലെങ്കിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും, അല്ലെങ്കിൽ പാർട്ടി വേറെ പാർട്ടി ഉണ്ടാക്കുമെന്നല്ലോ പറഞ്ഞത്. അത് എനിക്കും ആർക്കും അത് ഈ കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് ആർക്കും സീറ്റ് ആഗ്രഹിക്കാം, അത് ചോദിക്കാം. അത് ചോദിക്കുന്നതിലൊരു അപാകതയില്ല. അപാകത ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. അല്ല, അങ്ങനെ ചോദിക്കുകയും കിട്ടാതെ വരുമ്പോൾ ചെയ്യുമ്പോഴാണല്ലോ പലപ്പോഴും. കിട്ടാതെ വരുമ്പോൾ ചോദിക്കുന്നതെല്ലാം കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരാൾക്ക് മത്സരിക്കാൻ അല്ല, എനിക്ക് അർഹത ഉണ്ടെന്ന് പറയാൻ കാരണം കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലഭിക്കാവുന്ന സീറ്റ് ലഭിച്ചില്ല. എനിക്ക് ശേഷം പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ് ഫ്രാൻസിസ് ജോർജും പാർട്ടി ജോസഫ് സാറും CF സാറും ചേർന്ന് പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോൾ ഞാനാണ് പാർട്ടി ജില്ലാ പ്രസിഡന്റായി ശക്തമായി ഈ പാർട്ടിക്ക് വേണ്ടി പാലായിൽ നിന്നുകൊണ്ട് പ്രതിരോധിച്ചത്. അപ്പോൾ എനിക്ക് സീറ്റ് ലഭിച്ചില്ല. അതിനുശേഷം ലയിച്ചു വന്ന ഫ്രാൻസിസ് ജോർജിന് ഇടുക്കി സീറ്റ് ലഭിച്ചു. തെരഞ്ഞെടുപ്പിനെ തൊട്ട് ചേർന്ന് സമയത്ത് പാർട്ടിയിലേക്ക് വന്ന പ്രിൻസ് ലൂക്കോസിനും സീറ്റ് ലഭിച്ചു. അപ്പോൾ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരിക്കാൻ അവസരം കിട്ടാത്ത ആളെന്ന നിലയിൽ എന്നെ പരിഗണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇടുക്കിയിൽ മത്സരിച്ച ഫ്രാൻസിസ് ജോർജിനെ തന്നെയാണ് വീണ്ടും
ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കൂടുതൽ? അല്ല, അതിപ്പം ഫ്രാൻസിസ് ജോർജിനാണ് കൂടുതൽ വിജയ സാധ്യത എന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തിയാൽ പാർട്ടി ചെയർമാൻ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പാർട്ടി ഫ്രാൻസിസ് ജോർജിനെ പ്രഖ്യാപിച്ചാൽ തന്നെ സംഭവിക്കും. ഫ്രാൻസിസ് ജോർജിയുടെ UDF സ്ഥാനാർത്ഥി മത്സരിക്കും, അദ്ദേഹം ജയിക്കും. ഞങ്ങളെല്ലാം ചെയർമാൻ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മതിക്കും. ഫ്രാൻസിസ് ജോർജ് ആണോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. ഫ്രാൻസിസ് ജോർജ് പലരും സീറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ആരാണോ പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറ് പ്രപ്പോസ് ചെയ്യുന്നത് അനുസരിച്ച് പക്ഷെ താങ്കളുടെ പ്രസ്താവന ഇതിനോടൊപ്പം തന്നെ വലിയ വിവാദമായി. കോൺഗ്രസ് പറഞ്ഞത് ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളൊക്കെ വിജയസാധ്യതയെ ബാധിക്കും, അതൊന്നും അവർക്കത്ര ബോധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കോൺഗ്രസ്. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു നേതാവും പറയേണ്ട പറഞ്ഞിട്ടുണ്ട്. തിരുവഞ്ചൂർ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ സിക്കുന്നു. ഞാൻ പറയട്ടെ, സജി മഞ്ഞക്കടമ്പന്റെ പ്രസ്താവന കൊണ്ട് UDFനോ കേരള കോൺഗ്രസിനോ ഒരു ക്ഷീണം ഉണ്ടാകുന്ന ഒരു പ്രസ്താവന ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പത്രസമ്മേളനം അല്ലല്ലോ നടത്തിയത്. കോട്ടയം സീറ്റ് അസന്നിഗ്ധമായിട്ട് ജോസഫ് ഗ്രൂപ്പിനാണെന്ന് ഇതിനോടകം അല്ല, അത് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയോട് പറഞ്ഞു. അതനുസരിച്ചാണല്ലോ പറഞ്ഞിട്ട് പറയാമെന്നില്ല. അല്ലല്ല, കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് എന്ന് പറഞ്ഞിരുന്നു. അത് അറിഞ്ഞപ്പോഴാണ് മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ജില്ലാ പ്രസിഡന്റ് എന്നോട് ചോദിക്കാൻ, അവർ എന്നോടാണല്ലോ ചോദിക്കേണ്ടത് ആരാണ് സ്ഥാനാർത്ഥി. ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥി ആരാണെന്ന് പാർട്ടി ചെയർമാൻ തീരുമാനിക്കും. ഞാൻ എൻ്റെ ആഗ്രഹം അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആഗ്രഹം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊരു തർക്കമാണെന്നോ ഇതിനകത്ത് കുഴപ്പമാണെന്നോ ഏതെങ്കിലും ആളുകൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് തെറ്റാണ്. വേറെ സ്ഥാനാർത്ഥിയാണോ വരുന്നെങ്കിൽ പോലും താങ്കൾ സജീവമായി തന്നെ പ്രവർത്തിക്കും. 100%. ഞാൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് UDFിന്റെ ജില്ലാ ചെയർമാനുമായിരിക്കും. എനിക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഞാൻ അതിൻ്റെ മുൻനിരയിൽ കാണും. എനിക്ക് സീറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉണ്ടെങ്കിലും ഞാൻ മുൻനിരയിൽ കാണണം, ഇല്ലെങ്കിലും പാർട്ടി ചെയർമാൻ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തത്തോടു കൂടി മുന്നിൽ നിൽക്കും. പിന്നെ ഇവിടെ ഈ പാർട്ടിയിൽ ഒരു കുഴപ്പം അല്ലെങ്കിൽ മുന്നണിക്ക് ഒരു തർക്കം ഉണ്ടെങ്കിൽ ആ തർക്കം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട പ്രധാനപ്പെട്ട ഒരാൾ ഞാനാണ്. അപ്പം ഞാനായിട്ടൊരു തർക്കത്തിന് പോയി എന്ന് പറയുന്നത് തെറ്റാണ്. ഞാനായിട്ടൊരു തർക്കത്തിന് പോവുകയുമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പാർട്ടി ചെയർമാൻ്റെ അടുത്തല്ല ആരുടെ അടുത്താണ് പറയുന്നത്. അതിപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് മുമ്പിൽ പാർട്ടി ചെയർമാനോട് ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വലിയ കുഴപ്പമാണോ? എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞാലും ഞാനതിനെ മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. വലിയ ചർച്ചാ വിഷയമായല്ലോ. ചർച്ചാ വിഷയം സ്വാഭാവികം. ഞാൻ UDF ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ ചെയർമാനും കൂടെ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യും. അത് ചർച്ചയായതുകൊണ്ട് തർക്കം എന്നുള്ളൊരു സംഭവം അവിടെ ഇല്ല. ഈ മോൻസി ജോസഫിൻ്റെ പേരും നിലവിലെ MLA-മാരാണ് മോൻസി ജോസഫ്, വി ജോസഫ്, അവരുടെയൊക്കെ പേര് ഉയർന്നു വന്നിരുന്നല്ലോ. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അല്ല, മോൻസി ജോസഫിന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പാർട്ടിയിൽ ഒരാൾ പോലും അതിനെ എതിർക്കുകയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റവും വിജയസാധ്യതയുള്ള പാർലമെൻറ്റിലെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹമാണ്. അച്ചടിക്കോട് ഞാൻ പറയുക, അദ്ദേഹം അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളതായി എനിക്കറിയില്ല. പ്രകടിപ്പിച്ചാൽ അദ്ദേഹം മത്സരിക്കും. താങ്കൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ അതിനുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. അതിന് കിട്ടാതെ വന്നാൽ പോലും അടുത്ത നിയമസഭാ ഇലക്ഷൻ 2026 വരികയാണ്. അപ്പോഴേക്കും ഒരു സീറ്റ് റിസർവ് ചെയ്തതാണോ? അല്ല, അത് പാർട്ടി തീരുമാനിച്ചു. പാർട്ടി ഒരു സീറ്റ് തരാൻ പാർട്ടിക്ക് ബാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം എന്നോട് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി ചെയർമാൻ ജോസഫ് സാർ എന്നെ വിളിച്ച് ഇരുത്തി MLA ഹോസ്റ്റലിൽ എന്നോട് നേരിട്ട് പറഞ്ഞ ഭാഗമാണ് സജി പ്രാവശ്യം മത്സരിക്കണം. അപ്പോൾ അന്ന് സാറിന് നമ്മൾ ദൗർഭാഗ്യവശാൽ പൂഞ്ഞാർ സീറ്റ് കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്നുകൊണ്ട് എന്നോട് മാറി നിൽക്കാൻ പറയേണ്ടി വന്നു. ഞാനത് മാറുന്നല്ലോ. അപ്പം അനുസരണയോട് മാറുന്ന എനിക്കൊരു സീറ്റ് തരാൻ പാർട്ടി തരുമെന്ന് തന്നെ കരുതുന്നു. സാഹചര്യങ്ങൾ എന്തുകൊണ്ടും സജി മഞ്ഞക്കടമ്പ് അനുകൂലമാണ്. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ സംഘടനയെ കോട്ടയം ജില്ലയിൽ ഞാനുണ്ടോ. ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കണം, കേരള കോൺഗ്രസിൻ്റെ പല പിളർപ്പുണ്ടായിട്ടുണ്ട്. ആ പിളർപ്പിലൊന്നും ഇത്രയും ആളുകൾ അന്നത്തെ മാണി സാറുടെ സമയത്ത് പിളർന്നു പോയിട്ടില്ല. മാണി സാറിൻ്റെ മരണശേഷം ഉണ്ടായ പിളർപ്പിൽ CF തോമസ് സാറ്, മാണി സാറിൻ്റെ നിഴലായിരുന്ന CF തോമസ് സാറ്, ആദർശത്തിൻ്റെ മുഖമായിരുന്ന CF സാറ്, അഡ്വക്കേറ്റ് ജോയ് എബ്രാഹിം, അദ്ദേഹം MB ആയിരുന്നു, പാർട്ടിയുടെ സെക്രട്ടറി ജനറലാണ്. പിന്നെ EJ ആഗസ്റ്റ് സാറ് മാണി സാറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. തോമസ് ഉണ്ണിയാടൻ, സജി മഞ്ഞക്കടമ്പൻ, യൂത്ത് കോൺഗ്രസിനായ ഞാൻ ഉൾപ്പെടെ കോട്ടയം ജില്ലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ക്ഷീണം ജോസ് കെ മാണി വിഭാഗത്തിനുണ്ടായി. ഇവിടെ ജോസ് കെ മാണിയെയും ആ പാർട്ടിക്കെതിരെ അവർ കാണിച്ചത് വൃത്തികേടാണ്, തെറ്റാണ്, PJ ജോസഫ് സാറിനെയോ CF സാറിനെയോ അംഗീകരിക്കാത്തത് തെറ്റാണെന്ന് ഏറ്റവും കൂടുതൽ വിളിച്ചു പറഞ്ഞ ആൾ ഞാനാണ്. അങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇവിടെ ശക്തി ഉണ്ടാക്കിയെടുത്തത്. 2, അജിത് മുദ്രമല എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ കൂട്ടി മാണി ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുമായി ഞാനാണ് രംഗത്ത് വരികയും ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് സീറ്റ് അല്ല പ്രസിഡൻഷിപ്പ് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. അതാണല്ലോ വിഷയം ഉണ്ടാകാനുള്ള കാരണം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തന്നെ യോഗ്യത കുറവ്. ഇവിടെ നമ്മൾ ഓർക്കണം, ബഹുമാനായ PJ ജോസഫ് സാർ കഴിഞ്ഞ ജോസ് ടോം മത്സരിച്ച UDF തെരഞ്ഞെടുപ്പിൽ ബഹുമാനായ PJ ജോസഫ് സാർ പാലായി വന്നപ്പോൾ UDFിൻ്റെ ഇവിടുന്ന് ജോസ് കെ മാണിയുടെ ആളുകൾ അദ്ദേഹത്തെ ചീത്ത വിളിച്ചു. നിങ്ങളെ കണ്ടതല്ലേ? വളരെ മോശമായി കൂവി വിളിച്ചു, ചീത്ത വിളിച്ചു, എന്നെയും വളരെ ചീത്ത വിളിച്ചു.
അന്ന് ആ വിഷയം ഉണ്ടായപ്പോൾ ഞാൻ അതിന് മുമ്പിൽ നിന്ന് ജോസഫ് സാറിന് വേണ്ടി പ്രതിരോധിച്ച് പിറ്റേ ദിവസം പത്രസമ്മേളനം വിളിച്ചു. പി ജോസഫ് സാറിൻ്റെ കൂലി തെറ്റാണെന്നും സമാന്തരമായി ഇനി ഇവന്മാരോടൊപ്പം ഈ തെറിക്കൂട്ടങ്ങളോടൊപ്പം ഞങ്ങൾ ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാന്തരമായി കേരള കോൺഗ്രസിൻ്റെ യോഗം ഇവിടെ നമ്മുടെ ടൗൺ ഹാളിൽ ജോസ് ടോമിനോട് വിളിച്ചു കൂട്ടാൻ ഞങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ യു ഡി എഫ് നേതൃത്വം ഇടപെട്ട് അത് വിളിക്കരുത് എന്ന് പറയുകയും ഞങ്ങൾ മാറ്റിവെച്ചു. പക്ഷേ പി ജെ ജോസഫ് സാറിനെ ചീത്ത വിളിച്ചത് കൂകിയത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ എന്ന് ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു മെസ്സേജ് എൻ്റെ പത്രസമ്മേളനത്തോടു കൂടിയും ആണ് ഉണ്ടായത്. അതാണ് ജോസ് ടോമിൻ്റെ പരാജയത്തിനെന്ന് കാരണം. വെച്ചാൽ ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു പി ജെ ജോസഫ് സാറിനെ എതിരെ ഈയിടെ എം എം മണി പറഞ്ഞല്ലോ. എം എം മണി പറഞ്ഞപ്പോൾ ആരാ പറഞ്ഞു ഈ പാട്ടിൽ പറഞ്ഞ് എൻ്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി എം എം മണിയുടെ വാ മൂടിക്കെട്ടാൻ പറ്റി. എം എം മണി കടങ്ങൂരും പാലായൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ ബന്ധങ്ങളൊക്കെ പറഞ്ഞു, കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യം അറിയാമല്ലോ. അപ്പം ഇങ്ങനെ പാർട്ടിക്ക് ഏത് സമയത്തും ഒരാവശ്യം വരുമ്പോൾ ആ പാർട്ടി ചെയർമാൻ വേണ്ടി ആ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രതിരോധം തീർക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മത്സരിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ കരുതുന്നു. മറ്റൊരു രീതി പറഞ്ഞാൽ വിറക് വെട്ടിയും വെള്ളം കോരി നിന്ന ആൾക്ക് ഒരു സ്ഥാനം വേണം. അല്ലാതെ വിറക് വെട്ടി വെള്ളം കോരി നിന്നുള്ളതല്ല, പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ആരാണോ അവർക്ക് അർഹമായ അംഗീകാരം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഏത് പാർട്ടിയാണേലും ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളെ മാറ്റി നിർത്തി മറ്റൊരാളെ പിടിച്ച് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥിയാക്കുമ്പം ആ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട് ചെറുതല്ല. എനിക്കെൻ്റെ ജീവിതത്തിൽ 2 തവണ അനുഭവം ഉണ്ടായി. ഇനി ഉണ്ടാവുകയല്ലെന്ന് പ്രതീക്ഷിക്കുന്നു, ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അത് പാർട്ടി ചെയർമാൻ എന്നോട് നീതി പുലർത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പി ജോസഫ് സാറിനോട് നീതി പുലർത്തും. കെ മാണി സാർ എനിക്ക് സീറ്റ് തന്നു, പക്ഷേ മാണി സാറിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചിരിക്കുകയാണ്. അവരൊക്കെ ഇന്നതിൻ്റെ സുഖവും ദുഃഖവും ഒക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചും പറയാനുള്ളൂ. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു മാണി സാറിൻ്റെ പാർട്ടിയോട് താങ്കൾ ഇപ്പം സ്വീകരിക്കുന്ന നിലപാട് ഒരുപക്ഷെ അല്പം കടുത്തതല്ലേ? തങ്ങളുടെ സംസാര ശൈലികൾ പാർട്ടി ചെയർമാൻ വരെ പറയുന്നതൊക്കെ അല്പം കടുത്തു പോകുന്നുണ്ടോ? ഒട്ടുമില്ല. കാരണം എന്നോട് കെ എം മാണി സാർ നീതി പുലർത്തിക്കൊണ്ടാണ്. നിങ്ങൾക്കൊന്നും അറിയത്തില്ലാത്ത കഥകളുണ്ട്. കെ എം മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്നെ ആ പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്തു പോകാൻ ആഗ്രഹിച്ച ആളുകളാണ് ഇപ്പോൾ ഈ പാർട്ടിയുടെ ചെയർമാൻ ഉൾപ്പെടെ, ഇപ്പം മന്ത്രിയായിരിക്കുന്ന ആളുൾപ്പെടെ. മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന് പാലായി മത്സരിക്കണം. അന്ന് പൂഞ്ഞാറിൽ സജി മഞ്ഞക്കടമ്പൻ മത്സരിച്ചാൽ അടുത്ത തവണ പാലാ ചോദിക്കുമെന്നുള്ള ആ സംഭവം ശ്രീ ഫിലിപ്പ് കുഴികുളത്തെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് എൻ്റെ പ്രിയ സ്നേഹിതൻ റോഷി അഗസ്റ്റിനാണ്. പറയാതിരിക്കുന്നതിന് എനിക്കൊരു മടിയില്ല. കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പൂഞ്ഞാറ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജോറട്ടി അഗസ്റ്റി മത്സരിച്ചതിന് ശേഷം 6 മാസങ്ങൾക്ക് ശേഷം, ഒരു 3 മാസങ്ങൾക്ക് ശേഷം റോഷിയുടെ ആത്മസുഹൃത്ത്, എൻ്റെ ആത്മസുഹൃത്ത് എന്നെ ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, മഞ്ഞക്കടമ്പ റോഷി അഗസ്റ്റിൻ നിനക്ക് പൂഞ്ഞാറ് സീറ്റിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ 100%. അങ്ങനെ പേരാമ്പ്ര മുതൽ ഞാനല്ല റോഷി കൂടെ എന്തുവരെ ബഹളം റോഷിക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് 100% ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ആ സ്നേഹിതൻ പറഞ്ഞത്, എൻ്റെ ചങ്ക് പിളർന്നു പോയി. പറഞ്ഞതേ, നീ ഈ സ്ഥലമൊക്കെ വിറ്റ് ഉള്ളതൊക്കെ നശിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയല്ലോ. ആ നടത്തിയ നീ ഇനി മണ്ടം കളിക്കരുത്, കുട്ടം കളിക്കരുത്. സുഹൃത്തെ, എനിക്ക് ഇതിനുള്ള സ്നേഹം കൊണ്ട് പറയുക. റോഷി അഗസ്റ്റിൻ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത് എന്ന് പറഞ്ഞാൽ പൂഞ്ഞാർ ഇലക്ഷന് മുമ്പ് ഞങ്ങൾ ഒരു തൊട്ട് മുമ്പ് ഒരിടത്ത് ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് മഞ്ഞക്കടമ്പനല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് പറഞ്ഞ്, ഹായ് മഞ്ഞക്കടമ്പൻ ഒന്നും ആയില്ലേ, അത്ര ആയില്ലേ തോന്നുന്നു. അതാണ് ഞാനത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചു പിളർന്നത്. എനിക്ക് ജോസ് കെ മാണി എനിക്ക് സീറ്റ് തരാത്തില്ല, ജോസ് കെ മാണി എനിക്കതിൽ എന്തെങ്കിലും ചെയ്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ റോഷി അഗസ്റ്റിന് അങ്ങനല്ല. റോഷി അഗസ്റ്റിന് വേണ്ടി ഒരുപാട് ത്യാഗമേറ്റവരാണ് ഞാൻ. ഒരുപാട് മർദ്ദനമേറ്റിട്ടുണ്ട്, ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട് ഞാൻ ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന് ആദ്യം പേരാമ്പ്ര സീറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ അവിടെ മാനസാനെ, രണ്ടാമത് ഇടുക്കി സീറ്റ് കിട്ടാൻ വേണ്ടി മാനസാനെ അന്ന് ഞങ്ങൾ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി വേണേൽ പറയാം. ലാസ്റ്റ് സീറ്റ് പ്രഖ്യാപനത്തിൻ്റെ തലേ ദിവസം റോഷിയെ വിളിച്ച്, സജിമോനെ നീ പോയി മാനസാനെ കാണണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മാനസാൻ്റെ അടുത്ത് പോയിരിക്കുക. മാനസാൻ അപ്പുറേക്ക് ഞാൻ ഇപ്പുറേക്കുന്നു. സാറേ റോഷിക്ക് സീറ്റ് ഇടുക്കി തന്നെ കൊടുക്കണം. എടാ ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു സീറ്റ് കൊടുത്തിട്ട് നടക്കുന്നത് ഞങ്ങൾ ആരും കൂടെ കാണില്ല. അങ്ങനെ എന്ന് പറയല്ലേ. എടാ ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക, നീയും പ്രാർത്ഥിക്കുക. അല്ലാതെ ഇങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ വികാരം പറഞ്ഞതേ ഉള്ളൂ. റോഷി അഗസ്റ്റിനെ പേരാമ്പ്ര കൊണ്ട് നിർത്തി അദ്ദേഹത്തെ ഇനി തോക്കൻ സീറ്റിൽ കൊണ്ട് നിർത്താൻ പാടില്ല, കൊടുക്കണമെന്ന് പറഞ്ഞ് ഏറ്റവും ശക്തമായി അദ്ദേഹത്തിനോട് വാദിച്ച ആൾ ഞാനാണ്. പക്ഷേ പുള്ളിക്ക് അന്ന് ഞാൻ ചില സജി മഞ്ഞക്കടമ്പൻ ഞാൻ പറഞ്ഞല്ലോ പൂഞ്ഞാറിൽ മത്സര സീറ്റ് ചോദിച്ചാൽ പ്രശ്നം. അതുകൊണ്ടാണ് പൂഞ്ഞാറിൽ അന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു, അന്നും ജോസ് ടോമിനെ പൂഞ്ഞാറിലേക്ക് മത്സരിപ്പിക്കാൻ റോഷി അഗസ്റ്റിൻ നീക്കം നടത്തി. മാണി സാറിന് താല്പര്യമില്ലായിരുന്നു ജോസ് ടോമിനോട്. അതുകൊണ്ട് അന്ന് ജോസ് ടോമിനെ മാറ്റി ജോർജ് കുട്ടി അഗസ്റ്റി എന്ന് പറയുന്ന ആളെ, അതായത് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ജോസ് കെ മാണിയെ മാണി സാറിനെ ചീത്ത വിളിച്ച ആളിനെ കൊണ്ട് എനിക്കതിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു. 27 അവിടുന്ന് തോറ്റു. അതിൻ്റെ സുഖം ദുഃഖമൊക്കെ അവരനുഭവിക്കട്ടെ. എനിക്ക് എന്നെ സംബന്ധിച്ചൊന്നും നഷ്ടമൊന്നുമില്ല. ഞാൻ മന്ത്രിയൊന്നും ആയിട്ടില്ല, MLA ആയിട്ടില്ല, MP ആയിട്ടില്ല. എനിക്ക് കുഴപ്പമില്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയി വീണ്ടും ഒരു അസംബ്ലി സീറ്റിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത ഞാൻ ഉണ്ട് എന്ന് പറയുന്നതിന് തെറ്റുണ്ടോ?
ഞാൻ ഇന്നലത്തെ അല്ലെങ്കിൽ വെള്ളത്തിന് ഒഴുകുന്ന ആളല്ല, അല്ലെങ്കിൽ ഇന്നലത്തെ മഴയത്ത് കിളുത്ത കൂണല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വാർഡ് പ്രസിഡന്റ് മുതൽ അവിടുത്തെ പോസ്റ്റർ ഒട്ടിച്ചും തല്ലുകൊണ്ടും ചുവരെഴുതിയും മുദ്രാവാക്യം വിളിച്ചും അതുപോലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാട്ടിലെ ഞാൻ ജനപ്രതിനിധി ആയിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ ജനപ്രതിനിധി എന്ന സ്ഥാനം ഉപയോഗിച്ചിട്ട് 1 രൂപ സമ്പാദിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ വസ്തുവിദ്യ ഞാൻ പൊതുപ്രവർത്തനം നടത്തിയത്. അപ്പം അങ്ങനെ നടത്തിയ ഒരാൾക്ക് ഒരു അസംബ്ലി സീറ്റ് ചോദിക്കാനും പല ലഭിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിനകത്ത് ആരെങ്കിലും അതിനെ വിമർശിച്ചാൽ ഞാൻ അതിനെ ഗൗനിക്കുന്നേ ഇല്ല. അല്ല, അതിനെനിക്ക് ഇന്നൊരു വിമർശനം വന്നിരിക്കുന്നത് മജീഷ് കൊച്ചുമലയുടെ പേരിലാണ്. ചില ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്, താങ്കളൊരു വേറെ രീതിയിൽ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം നടത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ചാനൽ കേട്ടാ, ഞാനത് ആ ചാനലുകാർ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ യൂത്ത് ഫണ്ടിൻ്റെ ഭാരവാഹിയല്ല, യൂത്ത് ഫണ്ടായിട്ടൊരു ബന്ധവുമില്ല. അയാളെ ഞാൻ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആയ സമയത്ത് സംയുക്ത യൂത്ത് ഫണ്ടിൽ നിന്ന് ഞാനന്ന് പുറത്താക്കിയ ആളാണ്. അത് കഴിഞ്ഞ് ഫ്രാൻസിസ് ജോനോടൊപ്പം ചേർന്ന് ഫ്രാൻസിസ് ജോനോട് തിരിച്ച് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ലയിച്ചു. ഇവിടെ വന്ന് വീണ്ടും കുഴപ്പമുണ്ടാക്കി, പാർട്ടി ചെയർമാനെതിരെ ഒരാവശ്യം പറഞ്ഞ് അയാളെ അത് യൂത്ത് ഫണ്ടിൽ നിന്ന് വീണ്ടും പുറത്താക്കിക്കുന്ന ആളാണ്. ഞങ്ങളുടെ പാർട്ടി ഒരു ബന്ധവുമില്ല. പിന്നെ ഞാൻ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം ഇപ്പോൾ ഇയാളുടെയൊക്കെ മറുപടി പറയാൻ ഞാൻ പോകുന്നതിനെ മണ്ടത്തരായാലും മാധ്യമങ്ങൾ ഇത് കണ്ട സ്ഥിതിക്ക് ഞാൻ പറയുക, ഞാൻ പറഞ്ഞു യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആയത് എനിക്ക് അർഹതപ്പെട്ട സ്ഥാനം അന്ന് പ്രിൻസ് ലൂക്കോസ് മാറി തരാതെ ഇരിക്കുകയായിരുന്നു. അതെനിക്ക് പിന്നെ ലഭിച്ചു. എൻ്റെ അർഹതപ്പെട്ട സ്ഥാനമാണ് UDF ജില്ലാ ചെയർമാൻ. ഞാനൊരു ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല, ഒരു ഭീഷണിയും മുഴക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ മജീഷ് കൊച്ചുമല എന്ന് പറഞ്ഞ ആളിനെ അദ്ദേഹം പ്രത്യേക ഒരു രീതിക്കാരനാണ്. ഈ ഫേസ്ബുക്കിൽ കൂടെ എഴുതുക, എല്ലാവരെയും മോശമായിട്ട് ചിത്രീകരിക്കുക. നിഷാ ജോസ് കെ മാണിക്കെതിരെ എഴുതി പറഞ്ഞ് ജയിലിൽ പോയ ആളാണ്. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ മോശമായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ചൊന്നും ഞാൻ മറുപടിയൊന്നും പറയാനില്ല. അപ്പോൾ അദ്ദേഹത്തെ യൂത്ത് ഫണ്ടുമായിട്ടും കേരള കോൺഗ്രസുമായിട്ടും ഒരു ബന്ധവുമില്ല. ഏതെങ്കിലും ഒരു യൂത്ത് ഫണ്ടിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ ഭാരവാഹി സജി മഞ്ഞക്കടമ്പന് ഇതിന് യോഗ്യതയില്ല, അർഹതയില്ല എന്ന് പറയുവാണെങ്കിൽ നിങ്ങളും കൊടുത്തു. ഒരു കേരള കോൺഗ്രസ്സുകാരനായിരിക്കണം. വഴി നിൽക്കുന്ന ഒരുത്തൻ സജി മഞ്ഞക്കടമ്പന് യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും മാധ്യമങ്ങൾ കൊടുത്താൽ ശരിയാവും. ഞാൻ കൊടുത്ത മാധ്യമങ്ങളോട് പറഞ്ഞ് തിരുത്തണമെന്ന് തിരുത്തിയില്ലെങ്കിൽ ഞാൻ നിയമ നടപടിയായി മുന്നോട്ട് ഒരു സംശയമില്ല. കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗം LDFിലേക്ക്, ജോസ് കെ മാണി വിഭാഗം LDFിലേക്ക് പോയപ്പോൾ നിങ്ങളുടെ ഒപ്പം ഇ ജെ അഗസ്ത്യ അടക്കം വലിയ നേതാക്കളുണ്ടെന്ന് പറഞ്ഞു, വലിയ ക്ഷീണം പാർട്ടിക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവർ LDFിനൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്ര ഈസി വോക്ക് ഓവർ ആയിരിക്കില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞു കേരള കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അടിത്തറയുള്ള സ്ഥലം എവിടെയാ? പാല, കടുത്തുരുത്തി. ഈ രണ്ടിടത്ത് ആരാ ചെയ്തേ? UDF അയച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ കോട്ടയം പാർലമെന്റിനെ കുറിച്ച് പറയണ്ട. കോട്ടയം പാർലമെന്റ് ചാഴികാട് അന്ന് 1.25 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചെങ്കിൽ ഞങ്ങളുടെയൊക്കെ അധ്വാനമാണ്. അന്നും CPM-കാരുടെ ഗുണ്ടായിസം അതിനിരയാളാണ് നമ്മളൊക്കെ. അപ്പം ഞങ്ങളൊക്കെ പണിയെടുത്ത് UDFിൻ്റെ വോട്ട് കൊണ്ടാണ് 1.25 ലക്ഷത്തിന് ചാഴികാട് വിജയിച്ചിരിക്കുന്നത്. അല്ലാതെ ചാഴികാടിൻ്റെ വ്യക്തിപര വോട്ടല്ല. ഇവിടെ കേരള കോൺഗ്രസിന് അല്ലെങ്കിൽ ജോസ് കെ മാണി LDFിലേക്ക് പോയപ്പോൾ പ്രവർത്തകർ അണികൾ LDFിലേക്ക് പോയിട്ടില്ല എന്നതിന് തെളിവല്ലേ പാലായിരം കടുത്തുരുത്തി നമ്മൾ കണ്ടത്. അതുകൊണ്ട് എന്താ തെളിവ്? യാന്ത്രികമായി കുറേ പേര് നിൽപ്പുണ്ട്. ഇന്നും ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം എത്രയോ ആളുകൾ വിളിച്ചു. എന്നോടൊക്കെ അവർ പറഞ്ഞ നിമിഷത്തിൽ എനിക്ക് കേട്ടപ്പം വളരെ സങ്കടം തോന്നി. അവർ പറയുന്നത് ഞങ്ങളുടെ നിന്നെ ഒരാവശ്യമില്ലാതെ ഈ പാർട്ടിയിൽ നിന്നും ചവിട്ടിക്കൂട്ടി പുറത്താക്കിയത് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ നിനക്കൊരു സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞങ്ങളെല്ലാം ഉണ്ട്. വോട്ട് മാത്രമല്ല, അതിന് വേണ്ട സാമ്പത്തിക സഹായമായിട്ട് പോലും ഞങ്ങളെല്ലാം ഉണ്ടെന്ന് പറയുന്ന നിരവധി പ്രവർത്തകർ ഉണ്ട്. എനിക്കത് വലിയ ഭയങ്കരമായ എനിക്കൊരു സന്തോഷം തോന്നി. അവരെയൊക്കെ നമ്മളുടെ സ്നേഹം ഇപ്പോഴും. പക്ഷേ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയ ജോണി നെല്ലൂർ പറഞ്ഞത് ജോസഫ് ഗ്രൂപ്പിന് ഒരുപാട് പേര് തിരിച്ച് ഇങ്ങോട്ട് മാണിയിലേക്ക് വരാൻ ജോസ് കെ മാണിക്കൊപ്പം വരാൻ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ദൈവത്തെ ചിരിപ്പിക്കില്ല. അദ്ദേഹം UDFിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. ജോണി നെല്ലൂരിന്റെ കാര്യം പറഞ്ഞ് ചിരിപ്പിക്കരുത്. ജോണി നെല്ലൂർ വന്നു, ഒരു 10-40 ഭാരവാഹികളൊക്കെ ആയിട്ട് വന്നു. ആ 40 പേരിൽ 39 പേര് ഞങ്ങളുടെ അപ്പം ജോണി നെല്ലൂർ മാത്രമാണ് പോയെ. പുള്ളി BJP മുന്നണി ഉണ്ടാക്കാൻ പോയി. അവിടെ നിലം തൊടാതെ രക്ഷയില്ലാതെ വന്ന് നമ്മൾ കണ്ടു. ഹഫീസോ എന്നോട് പുള്ളി 1 മാസം 2 മാസം സംസാരിച്ചു. എൻ്റെ പരാവേ നീ ആ ജോസ് കെ മാണിയോട് സംസാരിക്കുക, എനിക്കൊരു വണ്ടിയും കാറും ഒക്കെ കിട്ടുന്നൊരു സംഭവമാണ്, ഞാൻ അങ്ങ് പോന്നേക്കാം എന്ന് പറയും. നമ്മളൊക്കെ കേട്ടതാണ്. ആ മനുഷ്യൻ ഇപ്പോൾ ജോസ് കെ മാണിയോട് പോയതിന് നമുക്കൊരു സങ്കടമില്ല. പുള്ളി പൊക്കോട്ടെ, പുള്ളിക്ക് അവിടെ ഒരു പോക്കടാകട്ടെ. പിന്നെ അദ്ദേഹം പറയുക ഞങ്ങളുടെ പാർട്ടിയിൽ ദിവസം പറഞ്ഞ് പ്രായമുള്ളവർ മാത്രമുള്ളതെന്നാണ് പറഞ്ഞത്. പ്രായമുള്ളവരാണോ ഉള്ളത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുത്തോളാം. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചയേ ചെയ്യുന്നില്ല. ജോസ് കെ മാണിയുടെ കൂടെ അദ്ദേഹം പോയി, അദ്ദേഹം നന്നാവട്ടെ എന്ന് മാത്രം ആശംസ മാത്രമേ എനിക്കുള്ളൂ. ഈ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFിന് അനുകൂലമായ സാഹചര്യമാണോ പാർലമെന്റ് ഇലക്ഷൻ ഉള്ളതാകുമ്പോൾ? 100%. ഈ കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തുകൾ ഉണ്ടാവും. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനും അവരുടെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് മുന്നണി ഏത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആര്, ഈ 2 കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യപ്പെടുള്ളൂ. സ്ഥാനാർത്ഥിയെ നോക്കി മുന്നണിയെ നോക്കി ആളുകൾ വോട്ട് ചെയ്യുന്നു. ആ ചെയ്യുന്നത് എങ്ങനെയാണ്? സർക്കാരിനെതിരെയുള്ള 2 സർക്കാരുകൾക്കുമെതിരെയുള്ള
ജനങ്ങളുടെ വികാരം അത് UDF അനുകൂലമായി പ്രതിഫലിക്കും. കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലും UDF വിജയിക്കും. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എന്താണ് ഒരു തീരുമാനം അന്ത്യദിനം ഉണ്ടാവുക? ഇന്ന് എനിക്കൊന്ന് ഉഭയകക്ഷി ചർച്ച തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നാണ് കേട്ടത്. ആ ചർച്ചയ്ക്ക് ശേഷം പാർട്ടി നേതൃയോഗം ചേർന്ന് പാർട്ടി ചെയർമാനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായി ചുമതലപ്പെടുത്തുകയാണ് സാധാരണ കീഴ്വഴക്കം. അപ്പോൾ പാർട്ടി ചെയർമാൻ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിക്കും. അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം ഇവിടുത്തെ മുഴുവൻ കേരള കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും സജീവമായി രംഗത്തിറങ്ങും. UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ആര് മത്സരിച്ചാലും, ഞാൻ അല്ല ഇനി മറ്റൊരാൾ മത്സരിച്ചാലും, കഴിഞ്ഞ തവണ തോമസ് ചാഴികാടൻ വിജയിച്ച ഭൂരിപക്ഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. അതാണ് സജി മഞ്ഞക്കടമ്പന് പറയാനുള്ളത്. അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയാൽ അദ്ദേഹം മത്സരിക്കും. അദ്ദേഹം അതല്ല പാർട്ടി ചെയർമാൻ മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനൊപ്പം തന്നെ പ്രവർത്തിക്കാൻ മുന്നിലുണ്ടാകുമെന്നും ശ്രീ സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു അതിഥിയുമായി ഡോക്ടർ മിൽ വീണ്ടും കാണാം. നമസ്കാരം.